സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ നമ്മുടെ മനസ്സിൽ വാഴിമാറാകട്ടെ. സങ്കീർത്തനം 33. ആരെഴുതിയതാണെന്നുള്ളത് തലക്കെട്ടിൽ നിന്ന് വ്യക്തമല്ല. ഇതിന് സമാന്തരമായ ഇതിലെ പല പദപ്രയോഗങ്ങളും അടങ്ങുന്ന മറ്റൊരു സങ്കീർത്തനമാണ് 147-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് ആരെഴുതിയതാണെന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ ആരെഴുതിയതാണെങ്കിലും സങ്കീർത്തനക്കാരൻ എഴുതി ഇസ്രായേൽ ജനം തങ്ങളുടേതായിരിക്കുന്ന വർഷിപ്പ് ലൈഫിൽ അല്ലെങ്കിൽ ആരാധനാ ജീവിതത്തിൽ, ദൈവിക ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പാടുന്ന നിമിഷങ്ങളിൽ ചേർന്ന് പാടിയ ഒരു സങ്കീർത്തനമാണ് 33 എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഒരാഹ്വാനത്തോടുകൂടെ ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 33-ാമത്തെ സങ്കീർത്തനം. ഒത്തിരിയേറെ കാര്യങ്ങളെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പറയാൻ കഴിയുമെങ്കിലും 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകയും എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നീതിയും നേരും ഇല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ സ്തോത്രം, ചിലരുടെ പ്രശസ്തിക്കും വേണ്ടി, പേരിനും വേണ്ടി, ഇന്നത്തെ ടെർമിനോളജിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൈറലാകാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും സ്തോത്രം, പല കാര്യങ്ങളും അനീതി എത്രമാത്രം ലോകത്തിൽ നിറവേറുമോ, എത്രത്തോളം രാഷ്ട്രീയമായും ആധികാരിക രംഗങ്ങളിലും അനീതി നിറഞ്ഞിരിക്കുന്നു എന്നതിനേറെ പറയുന്നു, വ്യക്തിബന്ധങ്ങളിലും സാഹോദര്യ ബന്ധങ്ങളിലും സ്വന്തം വ്യക്തി, അതായത് തനിക്ക് തന്നെ നേരില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനത്തിലെ ചില പദപ്രയോഗങ്ങൾ, ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടവയും നമ്മെ ദൈവത്തിങ്കിലേക്ക് ഒരു പടി കൂടെ മടക്കി വരുത്തി അടുപ്പിക്കേണ്ടവയുമാണ്. സ്തോത്രം. 33-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീതിമാന്മാരെ. ഒരു വിളിയാണ്, നീതിമാന്മാരെ. എന്നിട്ട് പറയാ, യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. ശ്രദ്ധിച്ചോ, ചില സങ്കീർത്തനങ്ങളുണ്ട് സകല ഭൂവാസികളുമായുള്ളവരെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. പക്ഷെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്ന അല്പം വിഭിന്നമായിട്ടാണ്. അവിടെ പറയുക നീതിമാന്മാരെ. എല്ലാവർക്കും ഉള്ളൊരു വിളിയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല എന്തുകൊണ്ടാണ് ദൈവാത്മാവ് എന്നോട് ആ രീതിയിൽ ഇടപെടുന്നതെന്ന് ഇനി ഞാൻ പ്രാർത്ഥിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, തൻ്റെ ദയയിൽ പ്രത്യാശ്രയിക്കുന്ന, യഹോവയെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിക്കുന്ന ജനമായിരിക്കണം നാം. അവർക്കുള്ളതാണ് ദൈവിക വിളി, അവർക്കുള്ളതാണ് ദൈവിക അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ അനുഭവം എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതിന് തലേ ഞായറാഴ്ചയും ഞാൻ അറിയാതെ നാം ചിന്തിച്ച സ്തോത്രം ഒരു പ്രത്യേക രീതി, അല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയുക, മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു കൂട്ടമുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ദൈവം പ്രത്യേകമായി വിളിക്കുകയും ദൈവം പ്രത്യേകമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ കുറിച്ചുള്ളതാണ് ഈ നാളുകളിലെ മെസ്സേജ്. സ്തോത്രം. നമ്മൾ കേൾക്കുന്ന മറ്റ് മെസ്സേജുകളും ഒട്ടും വിഭിന്നമല്ല. ഒത്തിരിയേറെ അധികാരികളും വലിയവരും ഉന്നതരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ സെഖരിയാവിനോട് ഇടപെടുന്ന ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ കേട്ടു. ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. അത് കഴിഞ്ഞ് മരുഭൂമിയിലിരിക്കുന്ന യോഹന്നാനോട് ഇടപെടുന്ന ഒരു ദൈവശബ്ദത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു.
സ്തോത്രം. കർത്താവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരുന്ന മറിയയോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദൈവശബ്ദത്തെ കുറിച്ച് നമ്മൾ കേട്ടു. അതിനിടയിൽ നീതിമാനായി ജീവിച്ച ഒരു യോസേഫിനോട് സംസാരിക്കുകയും ദൂതൻ മുഖാന്തരം ഇടപെടുകയും ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ വളരെ ആഴമായ ചില മെസ്സേജ് ഉണ്ട്. ദൈവത്തിന്റെ കോളിംഗ്, ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവികമായിരിക്കുന്ന ചില പ്രത്യേക ശുശ്രൂഷകൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ദൈവം എറിഞ്ഞു കൊടുക്കുന്നതല്ല. ഇപ്പൊ ഇന്ന് കാലത്ത് കാണുന്ന പോലെ പെട്ടെന്ന് ഹൃദയത്തിൽ വരുന്നതാ. സ്തോത്രം. ഈ സാന്താക്ലോസ് ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ മുട്ടായി എറിഞ്ഞു കൊടുക്കും, കിട്ടുന്നോ പിടിച്ചോളും എന്നുള്ളതൊന്നുമല്ല. ദൈവത്തിനു വേണ്ടി പ്രത്യേകമായി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് കാത്തിരിക്കുന്ന ചിലർക്കു വേണ്ടി ദൈവം ചില പ്രത്യേക ശുശ്രൂഷകളെ ഏൽപ്പിക്കുകയും അവരെ ഉയർത്തിയെടുത്ത് ദൈവം മാനിക്കുകയും ചെയ്യുന്നു എന്ന് ഈ നാളുകളിൽ സഭയോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ഇവിടെ വിളിക്കുക നീതിമാന്മാരെ. അവരെന്നാ ചെയ്യണമെന്ന് പറയുന്നത് അറിയാമോ? യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അടുത്ത് പറയുക, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നതിന് എല്ലാവരും സ്തുതിച്ചാലും അത് ഉചിതമായ ഒരു സ്തുതിയാകുമോ? ആരെല്ലാം വന്ന് നിങ്ങൾക്ക് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ലജ്ജ തോന്നാറുണ്ട്. ജീവിതത്തിൽ കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവൻ വലിയ കാര്യത്തിൽ സ്റ്റേജിൽ കയറി നിന്നിട്ട് അവന്റെ പ്രവൃത്തി കൊണ്ടും ബന്ധമില്ല, അവന്റെ ജീവിത രീതി കൊണ്ടും ബന്ധമില്ല, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് യാതൊരു ബന്ധമില്ലെങ്കിലും കയറി നിന്ന് വിളിച്ചു പറയും, ഞാൻ യേശുവിനെ കണ്ടു, യേശുവിനെ സ്നേഹിച്ചു, യേശു എന്നെ എല്ലാത്തിനും മുന്നേ ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങൾ സോഷ്യൽ മീഡിയ കേൾക്കാം. ആരെയും ഞാൻ വിധിക്കാനൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും സ്തുതിക്കുന്ന സ്തുതിയൊന്നും ദൈവസന്നിധിയിൽ വില പോവുകയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ വെളിച്ചപ്പാടത്തെ സ്ത്രീ എന്നാ പറഞ്ഞേ? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. അവിടെ ആരാ? അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയാമോ? എല്ലാ ദൈവം അവളും ഒരു ദൈവത്തിന്റെ വക്താവാ. പക്ഷെ എല്ലാ ദൈവത്തിലും ഉന്നതനായിരിക്കുന്ന ദൈവം എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോസ്തലന്മാര് പറഞ്ഞു ഇതൊന്നും ശരിയായ സ്തുതിയല്ല, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോവിച്ചാലേ എന്ന് പറഞ്ഞു. സ്തോത്രം. എല്ലാവരുടെയും സ്തുതിയൊന്നും ദൈവം സ്വീകരിക്കത്തില്ല. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. തെറ്റിദ്ധരിക്കരുത്. സ്തുതിക്കുന്നത് നേരുള്ളവർക്കാണ്. ഇതാ ഇന്നത്തെ സന്ദേശം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. ഒന്ന്, നീതിമാന്മാരായി തീരുക. രണ്ട്, നേരുള്ളവരായി തീരുക. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തോട് ഒത്തിരി മേഖലകളെ കുറിച്ച് എന്നോട് തന്നെ ഇടപെടുവാനായിട്ടിടയായിരുന്നു. അത് പൊതുവിൽ നമ്മുടെ പൊതു പ്രയോജനത്തിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ അടുപ്പിക്കുന്നതിന് വളരെ ശാന്തമായി ചിന്തിക്കുക. നേര്, നീതി, വിശ്വസ്തത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ മേഖലയിലേക്കാണ് ഈ വാക്കുകളെ കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നത്? സ്തോത്രം. ഒത്തിരിയേറെ മേഖലകളുമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലുമുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ രണ്ട് വാക്കുകൾ. കർത്താവിന്റെ ദാസൻ ചിലപ്പോഴൊക്കെ നീതിയെക്കുറിച്ച് പറയുമ്പോൾ, റൈച്ചിയസ്നെസ് എന്നുള്ള പദത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കാറുള്ള ഒരു ദൈവിക സത്യമുണ്ട്. നീതി എന്നുള്ള പദം അത് ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും ഒരേ സമയം നമ്മെ നിരപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവവുമായും ഒരു നേരുള്ള ജീവിതം വേണം, മനുഷ്യരുമായും ഒരു നേരുള്ള ജീവിതം വേണം. ചിലരൊക്കെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ നോക്കിയാല് യാതൊരു തരത്തിലും ദൈവവചനപ്രകാരവും എന്തിനു പറയുന്നു സാധാരണ മാനുഷിക നിലകളിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ജീവിതം നടത്തും. പക്ഷെ പറച്ചിൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്നത് എൻ്റെ സത്യം എല്ലാം ഞാനത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ സത്യം എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം നടത്തിക്കോളും എന്ന് പറയും. അത് നീതിയല്ല. സ്തോത്രം. എന്നാൽ ചിലരുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തങ്ങളെ തന്നെ വളരെ നല്ലവരായിട്ട് കാണിക്കും. ഇപ്പൊ ഞാൻ കേട്ടേക്കുന്ന പോലെ എപ്പോഴും വെള്ളം മാത്രം ഇട്ടുകൊണ്ട് നടക്കും.
ആരെയും കുറ്റം പറയല്ല, പക്ഷെ ഞാൻ എടുത്തു കാണിക്കാം ഉദാഹരണമായിട്ട്. പക്ഷേ ദൈവികമായ വിശ്വസ്തയോടടുത്ത് വരുമ്പോൾ ഒന്നുമില്ലാത്ത അനുഭവം. ഇത് രണ്ടും ദൈവം അംഗീകരിക്കുന്നില്ല. പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും പറയുമ്പോൾ കർത്താവ് അങ്ങനെയല്ലേ പറയുന്നത്? അവർ ചിലതിലൊക്കെ പക്ഷെ കർത്താവ് പറയുക, നിങ്ങൾ അവരെ പോലെ ആകരുത്. പക്ഷെ കർത്താവ് പറയുന്ന വേറൊരു കാര്യമുണ്ട്, അവർ ഉപദേശം ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവവചനം എടുത്ത് സംസാരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണെന്ന് നോക്കാതെ ദൈവവചനം സ്വീകരിച്ചു കൊള്ളണം. അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞാൻ ഓടിപ്പോകുകയാണ് അടുത്ത ഭാഗത്തേക്ക്. സ്തോത്രം. നീതി നേര് ഏതൊക്കെ മേഖലകളിൽ ഉണ്ടാകണം? നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളിൽ നീതിയും നേരും ഉണ്ടായിരിക്കണം. അതേസമയം നാം ദൈവത്തോട് പറയുന്ന വാക്കുകളിലും നീതിയും നേരും ഉണ്ടാകണം. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, പലപ്പോഴും നമ്മൾ ദൈവത്തെ ചക്കരവാക്ക് പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതിയാകും. ദൈവത്തെ പറ്റിക്കാൻ നോക്കുന്ന ചില പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനയുടെ വരികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവനെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. അടുത്തുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഹൃദയങ്ങളെ മുഴുവൻ അറിയുന്ന കർത്താവാണ്. പക്ഷെ മനുഷ്യനെ ചിലപ്പോൾ നമുക്ക് പറ്റിക്കാനായിട്ട് പറ്റും. ഹൃദയത്തിലൊന്ന് വെച്ചുകൊണ്ട് വാവുണ്ട് ചിലത് പറയുന്നെങ്കിൽ യഹോവയെ സ്തുതിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അത് ഉചിതമായൊരു സ്തുതിയല്ല എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലരോടൊക്കെ ചില വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് കാലങ്ങളായിട്ടും അവയെ നിറവേറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സ്തുതി അനുചിതമാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വാക്കുകൾ, നമ്മൾ പരസ്പരം ചെയ്ത ഉടമ്പടികൾ, നമ്മൾ പരസ്പരം പറയുന്ന വാക്കുകൾ, ചില കാര്യങ്ങളിലൊക്കെ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. സ്തോത്രം. ദൈവം അങ്ങനെയുള്ള ആ നീതികളെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത് നേരുകേടാണ്, നെറികേടാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സാമ്പത്തിക ഇടപാടുകളില് സ്തോത്രം നീതി നേരും ഉണ്ടാകണം. സാമ്പത്തിക ഇടപാടുകളില് അത് ദൈവത്തോടുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. നമുക്ക് ഒരു ദൈവവേദന മനുഷ്യരോടുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. ദൈവത്തോടുള്ള സാമ്പത്തിക ഇടപാട് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. കർത്താവിന് കൊടുക്കുവാനുള്ളത് കൃത്യമായി കർത്താവിന് കൊടുക്കുവാൻ, സന്തോഷത്തോടെ അധികം കൊടുക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാ. അതിൽ അവിശ്വസ്തത കാണിക്കരുത്. കർത്താവ് ചോദിക്കുക, ഞങ്ങൾ എന്തിനാൽ നിന്നെ പരീക്ഷിക്കുന്നു എന്ന് ജനം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുകയാ, നിങ്ങൾ എൻ്റെ ഭണ്ഡാര വിഷയമായി നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് കൊടുത്തു നോക്കുവിൻ, സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്, ഇങ്ങനെ പറയുന്നത്, ഇടം പോരാതെ വണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ? സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വിഭിന്നമാ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. അവന്റെ മുമ്പിൽ പണം കൊണ്ടുവന്നിട്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. തമാശ കളിക്കാനോ അല്ലെങ്കിൽ നമ്മുടേതായ നീതീകരണങ്ങൾ കൊണ്ടുവരുവാനോ സാധിക്കുന്ന ഒരു മേഖലയല്ല. ഉള്ളമറിയുന്നവൻ അതിൽ നിന്റെ നേര് നോക്കുന്നു. അതിൽ നേരില്ലാതെ നാം സ്തുതിക്കുന്നത് അനുചിതമാണ്. അതിൽ നേരുള്ളവരായിരിക്കണം. മനുഷ്യരോട് ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സ്തോത്രം നാം നേരുള്ളവരായിരിക്കണം. നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. അശുദ്ധമായ ഒരു സാമ്പത്തിക ഇടപാട്, സ്തോത്രം, മറ്റുള്ളവന്റെ പണം എങ്ങനെയും എന്റെ പോക്കറ്റിൽ കുറച്ച് നിൽക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടെയുള്ള സ്തോത്രം ഇടപാടുകൾ ദൈവം വെറുക്കുന്നു. സ്തോത്രം. സ്തോത്രം. കൊടുക്കാമെന്ന് പറയുന്നത് കൊടുക്കണം. കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുവാൻ ഉത്സാഹിക്കണം. ഒരുപക്ഷെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ കണ്ടിട്ട് പറയണം, സഹോദര ദേവി ഇതെന്നോട് ക്ഷമിക്കണം, ഞാൻ താങ്കളോട് പറഞ്ഞ അവധിക്ക് അത് തരാൻ എനിക്ക് എന്റെ കയ്യിൽ ലഭിച്ചില്ല, ഞാൻ എന്നാലും തന്നു തീർത്തു കൊള്ളാം എന്ന് പറയണം.
ഇത് സാമ്പത്തിക മേഖലയിൽ എനിക്കും നിങ്ങൾക്കുമുള്ള നീതിയുടെയും നേരിന്റെയും ഭാഗമാണ്. സ്തോത്രം. അല്ലാതെ അവൻ മറന്നുപോയ സന്തോഷം. നമ്മൾ പലപ്പോഴും മറവിയെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നവരാണ്. വാക്ക് പറഞ്ഞാല് ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം എന്ത് പറയും? നമ്മളതിനെ നീതീകരിക്കുന്നത് മറവിയുമായിട്ടാണ്. ദൈവസന്ധി വിലപ്പോകത്തില്ല കുഞ്ഞുങ്ങളെ. ഒരു കാരണവശാലും ദൈവം അംഗീകരിക്കുകയില്ല. ഒരുവനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനൊക്കെ പഴയ നിയമത്തിൽ ഉടമ്പടിയായിട്ടൊക്കെ എടുത്തു നോക്കണം. സ്തോത്രം. നല്ലൊരു ഉദാഹരണമാണ് യാക്കോബും തൻ്റെ അമ്മയ്യപ്പനായിരിക്കുന്ന ലാബാനുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടി. അവനവന്റെ കൂടാരത്തിന് മുമ്പിൽ വന്നപ്പോൾ അവരവിടെ ഒരു കല്ല് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദേ ഇതാ തിര, ഇനി ദോഷം ചെയ്യാൻ, അങ്ങനെയാ പറയുന്നത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതൊന്നുമല്ല, ബന്ധം മുറിക്കൊന്നുമല്ല. എനിക്ക് ദോഷം വരുന്ന രീതി നീ ഇങ്ങോട്ടും, നിനക്ക് ദോഷം വരുന്ന രീതി ഞാൻ അങ്ങോട്ടും കടന്നാൽ നമ്മുടെ മധ്യ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഇരിക്കട്ടെ. അത് സദാകാലത്തേക്കുള്ള നിയമമാണ്. ഒരു ഉടമ്പടി എന്നുള്ളത് ആ ഉടമ്പടി തീരുന്നത് വരെയും, സ്തോത്രം, അവരുടെ ജീവകാലം മുഴുവനും. നമ്മളൊക്കെ ചില ഉടമ്പടികൾ ഇപ്പോൾ ഒരു റെന്റൽ അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ 11 മാസത്തേക്കാണ് വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടികൾക്ക് അതിൻ്റെതായ കാലയളവുകളുണ്ട്. ആ കാലയളവുകളിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഉടമ്പടികൾ അത് കൃത്യമായിരിക്കണം. അത് കാത്തു സൂക്ഷിക്കാൻ ഒരുപക്ഷെ എതിർവശത്ത് നിൽക്കുന്നവൻ അതിന് തയ്യാറായില്ലെങ്കിലും ഈ വശത്ത് നിൽക്കുന്നത് ഞാൻ നീതിയും നേരുമുള്ളവനായതുകൊണ്ട്, ഞാനൊരു ദൈവവേദനായതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്ന് അത് കാത്തു സൂക്ഷിപ്പാൻ ഞാൻ സന്നദ്ധനായിരിക്കണം. അങ്ങനെയുള്ളവർ സ്തുതിയെ ഉചിതമായ സ്തുതികളാവുകയുള്ളൂ. സമയം മുൻപോട്ട് പോവുകയാണ്. ജോലിയില് അതിൽ ഞാൻ പറയാ ദൈവത്തോടും മനുഷ്യരോടും ഉള്ള കാര്യത്തില് സ്തോത്രം. അപ്പൊ ഉടനെ പറയാ ദൈവദാസന്മാർക്ക് മാത്രമല്ല ദൈവത്തോട് ജോലിയുള്ളൂ എന്ന് ചോദിക്കും. എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്കൊരല്പം കൂടുതലുണ്ട്. അത് ഏറ്റെടുക്കുന്നു. ആ സന്ദേശം ഏറ്റെടുക്കുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അത് വെറും വയറായി തീരരുത്. അലംഭാവത്തോടു കൂടിയ ദൈവവേല, സുവിശേഷ വേല. അതെന്നാണോ പറയുന്നത്? അത് ഒരു വയറിന് വേണ്ടിയുള്ള ഓട്ടമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ആയിത്തീരരുത്. സ്തോത്രം. ഇത് സാമ്പത്തിക ലാഭത്തിന്റെ മറയായി തീരരുത്. സ്തോത്രം. ഇത് സ്തോത്രം ഹല്ലേലൂയ അവിശ്വസ്തമായി ചെയ്യുകയും അലംഭാവത്തോട് ചെയ്യുകയും എനിക്ക് തോന്നുമ്പോൾ ചെയ്യുകയും ചെയ്യുന്ന ഒന്നായി തീരരുത്. അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ദൈവവുമായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവസേവയുണ്ട്. നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് എങ്ങനെയാ? തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്തുവാ? ജാതിയും രാജകീയ പുരോഹിത വർഗവുമാ. പഴയ നിയമത്തിൽ സ്തോത്രം. അതാണ് നമ്മൾ പെന്തക്കോസ്തുകാർക്ക് മറ്റുള്ള സമുദായങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്തീയ സമുദായങ്ങളുമായി അല്പം വ്യത്യസ്തത പുലർത്തുന്നത് ആ ഒരു മേഖലയിലാണ്. അവർ പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് പഴയ നിയമ പുരോഹിത ശുശ്രൂഷയോട് അല്പം അടുത്തു പിടിച്ചു നിർത്തുമ്പോൾ സ്തോത്രം നമ്മൾ പറയുകയാണ് സഭയിലെ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാ. അതിന് ഉത്തമ ഉദാഹരണം യേശു ക്രിസ്തുവാണ്. അവനെ കുറിച്ച് പറയുക, അവൻ നിത്യരാജാവും എന്നേക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി. എബ്രായർ 10 എടുത്തു നോക്കുമ്പോൾ എന്നേക്കും നമുക്ക് വേണ്ടി ഒറ്റ യാഗം കൊണ്ട് നിത്യ നിയമം ചെയ്ത മഹാപുരോഹിതനായ യേശു ക്രിസ്തു എന്ന് പറയുന്നു. സ്തോത്രം. നമ്മളെല്ലാവരും പുരോഹിത ശുശ്രൂഷയുള്ളവരാണ്. അതിൽ ദൈവം തിരഞ്ഞെടുത്ത് ഇടയ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുക. എന്നാൽ അതേസമയം സുവിശേഷീകരണം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ അതിൽ കിടപ്പുണ്ട്. സ്തോത്രം. അപ്പോസ്തലിക ശുശ്രൂഷകൾ കിടപ്പുണ്ട്. അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിനെ ആഴമായി പഠിക്കുമ്പോൾ ഇന്ന് ഒത്തിരി പേര് അപ്പോസ്തൽ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അതിനൊരു സിഗ്നിഫിക്കൻസ് നോർമലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേലയും ഇല്ലാതിരുന്ന, ദൈവത്തെ അറിയാതിരുന്ന ഒരു പ്രത്യേക മേഖലയിൽ പോയി അവിടെ ആദ്യമായി ദൈവത്തിൽ നിന്ന് വെളിപ്പാടുണ്ടായി ദൈവിക പ്രവർത്തനം ചെയ്തെടുത്തവൻ എന്ന് ഒരു കാഴ്ചപ്പാട്, ഒരു വ്യൂ ഓഫ് ആംഗിളാണ് പറയുന്നത്. ആ ഒരു പദപ്രയോഗത്തെ കുറിച്ചുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ അന്ന് കാലത്ത് എങ്ങും ഈ ശുശ്രൂഷകളില്ലായിരുന്നു. അവരാണ് മിഷണറി യാത്രകൾ ചെയ്ത് പലയിടങ്ങളിൽ കർത്താവിന്റെ സഭയെ, അവർക്കല്ല ഉയർച്ച കൊടുക്കുന്നത്, കർത്താവിന്റെ സഭയെ പണിതെടുക്കുവാനായിട്ട് ഇടയായിട്ടുള്ള ഒരു വ്യൂ ഓഫ് ആംഗിൾ കേട്ടോ ഞാൻ പറയുന്നത്. അത് മാത്രമാണെന്നൊന്നുമല്ല പറയുന്നത്. ഒരു വ്യൂ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആംഗിൾ ഓഫ് വ്യൂ ആണ്.
സ്തോത്രം, ഒരു വീക്ഷണകോണാണ്. സ്തോത്രം എന്നുമാകട്ടെ. ശുശ്രൂഷകൾ പലതുണ്ട്, ചെയ്യാൻ നാം കടപ്പെട്ടവരാ. ദൈവത്തോടുള്ള സേവ, അതിൽ ഞാൻ നിങ്ങൾ വിശ്വസ്തരാണ്. സ്തോത്രം. 2, മനുഷ്യരോടുള്ള സേവ. ദാസന്മാർക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ യജമാനന്മാർ മൂർഖന്മാരെങ്കിലും, അങ്ങനെയാ പദപ്രയോഗം, മൂർഖന്മാരെങ്കിലും നിങ്ങൾ ദൈവഭയത്തോടെ ദൈവത്തിനെന്ന വണ്ണം സ്തോത്രം നിങ്ങൾ ജോലി ചെയ്യണം. കണ്ടോ വിശ്വസ്തത, കണ്ടോ നീതി, നേര്. സ്തോത്രം. വിവാഹ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്തോത്രം ഇതേ നീതി, അതൊരു ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ആ ദൈവവചനം ആ രീതിയിൽ നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധവും കാണിച്ചു തരുന്നത്. അതിൽ നീതിയും നേരും ഉണ്ടാകണമെന്ന്, കറയും വാട്ടവും ചുളുചോറും ഇല്ലാത്ത നല്ല അങ്കി ധരിച്ചുകൊണ്ട് നല്ല മണവാട്ടിയായിട്ട് കർത്താവിനെ സ്തോത്രം കാത്തിരിക്കണം എന്ന് നമ്മളെക്കുറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ നീതിയും നേരും പറയുകയാണ്. അതുപോലെ സ്വന്തം ഭാര്യയും ഭർത്താവുമായിട്ട് സ്തോത്രം ഇങ്ങനെയായ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. സ്തോത്രം. ഇത് നിർമ്മലതയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മേഖലയാ. ദൈവവുമായിട്ടും ഈ ബന്ധത്തിൽ, മണവാട്ടിയും മണവാളനും എന്നുള്ള ബന്ധത്തിൽ സഭയ്ക്ക് നീതിയും നേരും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നെങ്കിലേ എൻ്റെയും നിങ്ങളുടെയും സ്തോത്രവും ഹല്ലേലൂയായും സ്തുതികളും ഒക്കെ ഉചിതമായി തീരത്തുള്ളൂ. നിർത്തുകയാണ്. 1-2 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും പിന്നീട് കണ്ടാൽ മതിയാകും. വായിച്ചു മാത്രം പോവുകയാണ്. 12-ാമത്തെ വാക്യം, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുക്കുന്ന ജനവും ഭാഗ്യമുള്ളത്. എന്നെ വളരെ ചിന്തിപ്പിച്ച മറ്റൊരു വാക്യം അതോട് ചേർന്ന് 13-ാമത്തെ വാക്യം, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അത് കഴിഞ്ഞ് 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും. കണ്ടോ, ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ. യഹോവ എല്ലാവരെയും നോക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെ അവിടെ 18-ലേക്ക് വരുമ്പോൾ ഭക്തൻ ഒരു പക്ഷേ ജീവിതാനുഭവത്തിൽ നിന്നായിരിക്കും പറയുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു. ആ ദൃഷ്ടി നമുക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അവൻ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാ. നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ, ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്തോത്രം അവൻ നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഇതിനെങ്ങനെയാ പരിഹാരം എന്നറിയാതെ ഭാരപ്പെടുമ്പോൾ സ്തോത്രം അവന് വേണ്ടി നേരോടെയും വിശ്വസ്തയോടെയും തന്റെ ദയയിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ദൈവ പൈതലിന് അവൻ വേണ്ടതായ ആലോചനയും പരീക്ഷകളോടുകൂടെ നീക്കുപോക്കുകളെയും നൽകി തരും. സ്തോത്രം. അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുകയാ. എല്ലാവരെയും നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വെറും നോട്ടമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കണോ അതോ ദൃഷ്ടി വെച്ച് ആലോചന പറയുന്നവരുടെ കൂട്ടത്തിലായിരിക്കണോ എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. എല്ലാവർക്കും അല്ല അവന്റെ ദൃഷ്ടി വെച്ചുള്ള ആലോചന ലഭിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അതൊരു സത്യമാണ്. സ്തോത്രം. അതൊരു സത്യമാണ്. എല്ലാവർക്കും അല്ല. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറയുന്നത് ഇവിടെ പറയുകയാണ്, അവന്റെ ഭക്തന്മാർക്കാണ്, അവന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക്. 147-13 ഞാൻ വിചാരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ അങ്ങോട്ടൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെയുള്ളവരുടെ വാതിലുകളുടെ ഓടാമ്പലുകളെ അവൻ ഉറപ്പിക്കും. അതിനകത്ത് ശത്രുവിനെ കയറുവാൻ അവൻ സമ്മതിക്കുകയില്ല. സ്വന്തം നിന്റെ അധ്വാനഫലം ദുഷ്ടൻ നിന്ന് കളയുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ കുഞ്ഞുങ്ങളെ അവൻ അതിനകത്ത് അനുഗ്രഹിക്കും. നിന്റെ തലമുറ ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹ വിഷയമായിരിക്കണോ. സ്തോത്രം. വെറുതെ നടന്ന് ദൈവത്തെ സേവിക്കുന്നെന്ന് പറയുകയല്ല, നീതിയോടും നേരോടും ദൈവത്തെ സേവിക്കും. സ്തോത്രം. സ്തോത്രം. ഒരു ദൈവിക ആലോചനയായി പകൽക്കാലം ഏറ്റെടുത്തുകൊള്ളുക. വെറുതെ ഞാൻ അങ്ങ് സഭയുടെ മെമ്പറാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് കാര്യമില്ലെന്ന്. ദൈവം നോക്കുമ്പോൾ അവന്റെ കാഴ്ചയിൽ നീ യഹോവ ഭക്തനാണോ ഭക്തയാണോ എന്ന് ദൈവം തീരുമാനിക്കും. ആ രീതി നടക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ
സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അവസാന വാക്യങ്ങളൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കൊണ്ടുപോയി. ഞാൻ നിർത്തുകയാണ്. യഹോവയുടെ ദയയിൽ പ്രത്യാശിക്കാം. നീതി നേരും നമ്മുടെ പുസ്തകങ്ങളിൽ വാഴട്ടെ. സ്തോത്രം. നീതിയുള്ള രാജാവ് ഉയർന്നുകൊണ്ടേയിരിക്കുക. വാക്യത്തിന്റെ ശരിയായ പദപ്രയോഗം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു വാക്യമുണ്ട് സദൃശവാക്യത്തിൽ. രാജാവിന്റെ രാജ്യം നിലനിൽക്കുന്നത് അവന്റെ നീതിയില്ല. അവൻ നേരോടെ ന്യായം വിധിക്കുന്നെങ്കിലേ രാജ്യം നിലനിൽക്കത്തുള്ളൂ. എത്ര വലിയ സൗധങ്ങളും എത്ര വലിയ പ്രസ്ഥാനങ്ങളും എത്ര വലിയ സഭയും നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായി പണിതുയർത്തിയാലും എന്ന് നിന്റെ നീതി നശിക്കുന്നോ, എന്ന് നിന്റെ നേര് നശിക്കുന്നോ, അത് നിന്റെ തകർച്ചയുടെ ആരംഭമാ. ഉയർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ടോ? ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കാൻ പഠിക്കുക, നീതി പാലിക്കുക. ദൈവം നമുക്ക് ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും.